ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ജനറൽ റീഡിങ് ഇന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു നമ്മുടെ ഇയർലി റീഡിംഗ് ആക്കാമെന്ന്. ഓക്കെ, ഒരു വർഷം, ഈ അടുത്ത വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഇതൊരു വളരെ ചെറിയ റീഡിംഗ് ആണ്, ഇത് വലിയ ഡീറ്റെയിൽഡ് ആവില്ല. ഓക്കെ, ഓരോ മാസമായിട്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. ഇതിപ്പോൾ ആദ്യം എന്തായാലും ജനുവരി തുടങ്ങി പോട്ടെ, സാറില്ല. ഓക്കെ, സോ നമുക്ക് ഓവറോൾ 1 ഇയർ എന്ന രീതിക്ക് ഇത് കുറേ കാർഡ്സാണ്. ഇത് ഞാൻ ഓൾറെഡി കുറച്ച് എൻ്റെ ഷഫിൾ ചെയ്തിട്ടാണ് വെച്ചത്. ഓക്കെ, ഇതിങ്ങനെ പരത്തിയിട്ട് ഞാൻ മിക്സ് ചെയ്തതാണ്, കിട്ടില്ല ഷഫിൾ ചെയ്യാൻ. ഓക്കെ, എന്നാലും ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ ഓക്കെ ഞാൻ കുറേ ഷഫിൾ ചെയ്താണ് കേട്ടോ. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 1 ഇയർ റീഡിംഗ് എന്ന രീതിക്ക് എടുക്കാം. അതിനു മുമ്പ് ഇതിൽ കുറച്ച് നമ്മുടെ മെയിൻ കാര്യങ്ങളുണ്ട് ലൈഫിൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു 1 ഇയറിൽ എന്തൊക്കെയാണ് ഏറ്റവും മെയിൻ കാര്യങ്ങൾ, എന്താണ് നടക്കാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഏത് കാര്യത്തിലായിരിക്കും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് നിൽക്കുന്നത് എന്ന് നോക്കാം. ആൻഡ് ഓക്കെ, ഇതിൽ ഒരു 2-3 കാർഡ്സ് നമുക്ക് എടുക്കാം. ലവ് ഓഫ് കോഴ്സ് എല്ലാവർക്കും അല്ലേ, ആൻഡ് ഹാപ്പിനെസ് വെരി ഗുഡ്. ഒരു കാര്യം കൂടി, ഇതിലാകെ കുറച്ച് കാർഡ്സേ ഉള്ളൂ, 4. കരിയർ. ഓക്കെ, ലവ്, ഹാപ്പിനെസ് ആൻഡ് കരിയറാണ് മെയിൻ ഫോക്കസ് കാണുന്നത് നിങ്ങളുടെ ഈ ഒരു വർഷം. ഒന്ന് ഓഫ് കോഴ്സ് ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് കരിയറിൻ്റെ കാര്യവും കാണുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഓവറോൾ ഒരു സന്തോഷം എന്ന രീതിക്ക് നമ്മളുടെ ഫോക്കസ് നിങ്ങളുടെ അതിലേക്കായിരിക്കും, നിങ്ങൾക്കുള്ള സന്തോഷം, സമാധാനം എന്ന കാര്യങ്ങളിലേക്കായിരിക്കും. എന്തിനാ പിന്നെ ഷഫിൾ ചെയ്യുന്ന കിട്ടില്ല. ഓക്കെ, സോ 1 ഇയർ എന്ന രീതിക്ക് എടുക്കുന്നത് ഇവിടെ ഓക്കെ. ആദ്യം നമുക്ക് ഈ മാസത്തെ തൊട്ട് തന്നെ തുടങ്ങാം. ജനുവരി ആൻഡ് ഫെബ്രുവരി ഇതും കൂടി ചാടി വന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെയായി. ഓക്കെ, ജൂലൈ, ഞാൻ ലൈനിലെടുത്തു എന്ന് വിചാരിക്കണ്ട. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ and one more last, December. Okay, okay. എനിക്ക് ഒരു കാര്യം കൂടി നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇതിൽ മന്ത്സ് ഓഫ് ദ ഇതാണ്. ഓക്കെ, മാസങ്ങളുടെ പേരാണ് ഇതിൽ. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഏത് മാസമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നടക്കുന്ന മാസം ഏതായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നത്, നിങ്ങൾക്കൊരു എന്താണോ വേണ്ടത്, ജോലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, വട്ടെവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മാസം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി ഷഫിൾഡ് തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എനിവേ, ഒരു മാസം ഒന്നെടുക്കാം അല്ലേ. ഓക്കെ, നവംബറാണ് വന്നത്, പോയിട്ടോ നവംബർ കാണൂ അറിയില്ല. ഓക്കെ, ഇവിടെ വയ്ക്കാം, ഒന്നുകൂടി എടുത്തേക്കാം. നവംബർ ഒരുപാട് ദൂരെ ആയ പോലെ ഒരു ഫീലിംഗ് എനിക്ക്. ഓഗസ്റ്റ്. ഓക്കെ, ഓഗസ്റ്റും ഉണ്ട് നവംബറും ഉണ്ട് ഇവിടെ. നമുക്ക് 2 മാസങ്ങൾ. ഓക്കെ, നമുക്കിവിടെ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജാനുവരി തുടങ്ങുന്നത്. ഓക്കെ,
ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്, അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ്. ഓക്കെ, ജനുവരി ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കേണ്ടി വന്നേക്കാം, എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ്. അതിപ്പോൾ ജോലിയിലാണെങ്കിൽ, കരിയറിലാണെങ്കിൽ, അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഒരു ഹെൽപ്പാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, ആരുടെങ്കിലും അഡ്വൈസ് എടുക്കാനുള്ള ഒരു സാധ്യത, മീൻസ് ആവശ്യം വരും നിങ്ങൾക്ക്. ഓക്കെ, അതെടുക്കാൻ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ടൊക്കെ ആവശ്യം വരും. സോ അത് ചോദിക്കുന്നതിലും അഡ്വൈസ് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും നിങ്ങൾ മടി വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനൊന്നും ഒരിക്കലും മടി വിചാരിക്കരുത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട്, നിങ്ങൾക്ക് സോൾവ് ആവുന്നില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഹെൽപ്പ് എടുക്കാം. ഓക്കെ, ഒരിക്കലും നമ്മളെ തന്നെ കുറവായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഹെൽപ്പ് ചെയ്യാൻ പക്ഷെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ അതാരാണ് എന്ന് ആലോചിച്ച് മാത്രം ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ടി വരും എന്ന രീതി കാണുന്നുണ്ട്. അത് എന്തും രീതിയിലും ആവാം. ചിലപ്പോൾ ജസ്റ്റ് ഒരു ഗൈഡൻസ് ആയിരിക്കാം, അല്ലേ, നമുക്ക് ജസ്റ്റ് ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാത്തത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആരുടെയെങ്കിലും ഒരു അഡ്വൈസ്, ഒരു മീഡിയേറ്ററിൻ്റെ അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ച് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് വേണ്ടി വരും എന്ന രീതിക്കാണ് കാണുന്നത്. ബട്ട് ഒരിക്കലും അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് അല്ല. നിങ്ങളെപ്പറ്റി ഒരു മോശമായിട്ട് ആരും വിചാരിക്കുകയൊന്നുമില്ല. ഓക്കെ, ഹെൽപ്പ് എടുക്കുന്ന എപ്പോഴും നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും, അല്ലേ, വേറെ അറിയുന്നവരോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സോ ഒരു ഹെൽപ്പ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ആ ഹെൽപ്പ് ഐ തിങ്ക് നല്ല തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ ഫെബ്രുവരിയിലേക്ക് എനിക്ക് കാണുന്നത് ട്രബിൾ, അക്യൂസേഷൻസ്. ഓക്കെ, കുറച്ച് പേർക്ക് അഗൈൻ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത് എന്നെത്തി കാണുന്നുണ്ട്. ഫെബ്രുവരിയിലേക്ക് മേ ബി നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബർത്തിൻ്റെ സമയമായിരിക്കാം ചിലപ്പോൾ കുട്ടികളുടെ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്ന ഒരു കാര്യം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഓക്കെ ഒരു പ്രഗ്നൻസിയുടെ ഒരു ന്യൂസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കും പറയാം. ഓക്കെ, എന്തെങ്കിലും നമ്മൾ ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കുഞ്ഞിൻ്റെ ബർത്ത് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസ് ആവുന്ന തന്നെ, അല്ല, ഒരു പുതിയ കാര്യം തുടങ്ങുന്ന പോലെയാണ്. സോ ഇവിടെ അഗൈൻ ഒരു നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ബിസിനസ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജോലി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്തും ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന രീതിക്കാണ്. കുറച്ച് പേർക്ക് ട്രബിൾസ്, അക്യൂസേഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഫെബ്രുവരിയിലേക്ക്. അതിലും ഓക്കെ, ആക്ച്വലി ഇപ്പോൾ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ. ഓക്കെ, മേ ബി മറ്റാരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് എടുത്ത് അഗൈൻ ഫെബ്രുവരിയിലേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന രീതി കാണുന്നുണ്ട്. പ്രോബ്ലംസ്, തടസ്സങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്താം. ഓക്കെ, ചിലപ്പോൾ നമ്മളെ ഈവൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഗോസിപ്പ് വരിക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ചെയ്യാത്ത തെറ്റ് പോലും ചിലപ്പോൾ നിങ്ങളെ മേലെ ഇടുക, അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാനുള്ള, ഒരു ഫേസ് ചെയ്യാനുള്ള സാധ്യത. ഇതൊക്കെ മെയിൻ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതെല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് കേട്ട് നോക്കൂ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അല്ലേ, തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത എന്ന രീതിക്ക്. സോ ഒന്ന് അത് ശ്രദ്ധിക്കാം. ആൻഡ് ഇതിപ്പോൾ ഞാൻ ഫുൾ ഓവറോൾ നമ്മൾ ഇയർ പറയുന്നതുകൊണ്ട് ഇതിലൊക്കെ ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ, ഇതിന് റിലേറ്റഡ് ആയിട്ട് വേറെയും കാര്യങ്ങൾ ഉണ്ടാവും. ബട്ട് എന്നാലും ഓവറോൾ ജസ്റ്റ് ഞാനിവിടെ നമ്മളൊരു മെയിൻ പോയിന്റ്സ് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. സോ യെസ്, ഒരു പ്രശ്നങ്ങളോ ഇതോ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓക്കെ, ഇത് രണ്ടും കൂടി ഒന്നിച്ച് വന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലമിലായിരുന്നെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനുള്ള സാധ്യതയാണ് എന്നും പറയാം. കാര്യം ഇത് നമ്മളൊരു ന്യൂ ബർത്ത്, ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലത്തിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരും എന്ന രീതിക്കും ആവാം. ഓക്കെ, അതായത് അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, അതിലൊരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്ന രീതിക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ മാർച്ചിൽ നമുക്ക് കാണുന്നത് വെയിറ്റിംഗ് ഫോർ ന്യൂസ്, പാക്കേജ് ലെറ്റർ, ബേർഡ് ആണ്. ഓക്കെ, ഒരു ന്യൂസ് വരുന്ന കാര്യമാണ്, മെസ്സേജ് വരുന്ന കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂ റിസൾട്ട്, എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് പോകാൻ വിസ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു, അങ്ങനത്തെ എന്ത് കാര്യമായാലും ശരി. ഓക്കെ, ചിലപ്പോൾ ഒരു പേഴ്സൻ്റെ മെസ്സേജ്, റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ല ന്യൂസ് ആയിരിക്കും. ബേർഡ് ഇവിടെ നമുക്ക് നല്ല ന്യൂസാണ് പറയുക. സോ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമായിരിക്കാം, സന്തോഷം കിട്ടുന്ന കാര്യമായിരിക്കാം. ഒരു ന്യൂസ് ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളിൽ എത്തിക്കുക, നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ അറിയുക, അങ്ങനെയാവാം. ഓക്കെ, ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന കാര്യമായിരിക്കാം. മാർച്ചിൽ മേ ബി നിങ്ങളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്തുമാവാം. ആൻഡ് ഇവിടെ ബോട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇത്
മാർച്ച് ഏപ്രിലേക്ക് ഇവിടെ ട്രാവലിംഗ് എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ മണി ഓർ പ്രോപ്പർട്ടി ത്രൂ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. വിന്നിങ് ഓർ വിൻഫോൾ. ഓക്കെ, ബോട്ട് സാധാരണ നമ്മൾ പറയുന്നത് ഒന്ന് യാത്രയുടെ പറയും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ബോട്ടിലൊക്കെ നമ്മൾ സാധനങ്ങൾ അയക്കുക വരിക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഷിപ്പ് എത്തുക എന്ന് പറയും. എന്തെങ്കിലും സാധനങ്ങളും കൊണ്ടുവരുന്ന രീതിക്കാണ്. സോ ഇതിവിടെ ഇവർ പറയുന്നത് ഇൻഹെറിറ്റൻസ്, അതായത് നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടീസ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് പണമായിട്ട് എന്തെങ്കിലും കിട്ടാൻ. ഓക്കെ, നമ്മൾ പറയില്ല ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫാമിലി നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചു, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, വിന്നിങ് ഓർ വിൻഫോളും ഉണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു വിന്നിങ്, ഒരു നിങ്ങൾ എന്തെങ്കിലും ജയിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൈസായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ഒരു പണം കിട്ടുന്ന മണി ആവാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയും ആവാം എന്നാണ് പറയുന്നത്. സോ ഇത് കൂടുതലും നമ്മൾ ഇൻഹെറിറ്റൻസ്, അതായത് നമ്മുടെ ഫാമിലിയുടെ എന്തെങ്കിലും സ്വത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ജസ്റ്റ് ഫാമിലി, നിങ്ങളുടെ ആരെങ്കിലും അച്ഛനോ അമ്മയോ പാരൻസെന്നോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ച് മണി കിട്ടുന്ന കാര്യമായിരിക്കാം. ഇത് ജയിക്കുന്ന കാര്യമുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത, ലോട്ടറി എന്ന രീതിക്കല്ല, എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ജോയിൻ ചെയ്ത് ഗെയിമിൽ വിൻ ചെയ്യുക, അങ്ങനെ എന്തോ ആവാം. ഓക്കെ, സോ ഇവിടെ ഒരു വിന്നിങ് എന്ന രീതിക്ക് കൂടി കാണുന്നുണ്ട്. ഓക്കെ, ഇത് പോട്ടെ, നമ്മൾ സാധനങ്ങളായിട്ട് വിട്ടേക്കോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിജയം അങ്ങനെ എടുക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, പിന്നെ യാത്ര, അഗൈൻ എനിക്ക് തീർച്ചയായിട്ടും യാത്രയുടെ കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നു എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര പോകാനൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ആയിരിക്കാം. മെയിൽ ഇവിടെ നമുക്ക് കാണുന്ന മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹാൻഡ് ഷേക്ക്, ഒരു ചിലപ്പോൾ നിങ്ങൾ പുതിയ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ട് ഒരു വ്യക്തി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും ചിലപ്പോൾ. നമ്മൾ ചിലപ്പോൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകും, ബസ്സിലിരിക്കുമ്പോൾ ആരോടെങ്കിലും സംസാരിച്ചു, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയി, എവിടെയെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിന് പോയി, ജോലിയുടെ കാര്യത്തിന് ഏതെങ്കിലും ഓഫീസിൽ പോയി, എവിടെയെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോടെങ്കിലും സംസാരിച്ചു, ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ്, അവർക്ക് നിങ്ങളുടെ ഒരു കുറച്ചുകൂടി ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഫോം ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് പറയാം ദാറ്റ് ഒരു അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന രീതിക്ക് എടുത്തോളൂ. അതിപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഒരു എന്ത് തന്നെയായാലും ശരി, ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഒരു ഫ്രണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് മാറാം അവർ, ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചിലവരോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അതെവിടെയോ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാറുണ്ട്. സോ അങ്ങനെയും വലുതും ആവാം. ഓക്കെ, ആൻഡ് കാണുന്നുണ്ട് ജൂണിലേക്ക് വർക്ക് അച്ചീവ്മെൻറ്റ് സക്സസ്. ഓക്കെ, ആൻഡ് ജൂണിലേക്ക് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജോലികൾക്ക്, നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിൽ കരിയറിൽ കൂടുതലും നിങ്ങൾക്ക് സക്സസ് ഫോക്കസ് ഒക്കെ കാണുന്ന, അച്ചീവ്മെൻറ്റ് കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് കരിയറിൻ്റെ കാര്യത്തിലാണ് ജൂണിൽ ഐ തിങ്ക് നിങ്ങൾ കുറേ സക്സസ് കിട്ടും നിങ്ങൾക്ക്. അപ്രിസിയേഷൻ കിട്ടുക, മറ്റുള്ളവർ നിങ്ങളെ ചെയ്ത കാര്യങ്ങൾക്ക് അപ്രിസിയേഷൻ തരിക, അച്ചീവ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിവാർഡായിട്ടൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, കരിയറിലൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്രോത്തിൻ്റെ ഒരു സമയമായിരിക്കാം. ഓക്കെ, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയാണ് ആൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഇതാണ് പറയുക നമ്മൾ. സോ അത് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. സോ ഡെഫിനറ്റ്ലി ജൂണിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി കരിയർ വൈസൊക്കെ ഗ്രോത്ത് കാണുന്നുണ്ട്. ജൂലൈ ഹാപ്പിനെസ്, അഗെയിൻ നമ്മുടെ ഫസ്റ്റ് വന്ന തന്നെ ഹാപ്പിനെസ് ആയിരുന്നു. ആൻഡ് അവിടെയും ബേർഡ്സിൻ്റെ ഇവിടെയും ബേർഡ് ഉണ്ട്. സോ സന്തോഷമുള്ള ന്യൂസ് വരാം, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നടക്കുക ജൂലൈയിൽ. ആൻഡ് അഗെയിൻ ഇത് കണ്ടിന്യൂഷനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ, നിങ്ങൾ ജോലിക്കൊക്കെ നിങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ എന്തെങ്കിലും ന്യൂസ് കിട്ടുക, സന്തോഷകരമായ ചില കാര്യങ്ങൾ നടക്കുക. ഇവിടെ എന്തായാലും ഓവറോൾ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കാണുന്നത് ജൂലൈയിലേക്കും. ഓഗസ്റ്റിലേക്ക് ഡിസ്കോഡ് അമംഗ് ഫാമിലി, ഫ്രണ്ട്സ് ഓർ ഫാമിലി. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ ഓഗസ്റ്റിലേക്ക് ഫാമിലി മെമ്പേഴ്സുമായിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരല്പം, ഈവൻ കൊളീഗ്സ് ആയിട്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി ഇതിന് താഴെ തന്നെ വരികയും ചെയ്തു. അത് ഫെബ്രുവരി ആൻഡ് ഫെബ്രുവരി ആൻഡ് ഓഗസ്റ്റ് രണ്ടും നിങ്ങൾക്ക് ഒരു സിമിലർ കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, ഫെബ്രുവരിയിൽ നമ്മളതാണ് കണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും അക്യൂസേഷൻ, ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ കേട്ടു, അല്ലെങ്കിൽ
നിങ്ങൾക്ക് പ്രശ്നങ്ങൾ എന്ന രീതിക്ക് പറഞ്ഞു. അതേപോലെ ഇവിടെ ഓഗസ്റ്റിലേക്കും വരുന്നുണ്ട്. സോ ഓഗസ്റ്റിൽ അഗൈൻ ചിലപ്പോൾ ആ കാര്യം റിപ്പീറ്റ് ആവുന്നതായിരിക്കാം. എനിക്ക് ഫെബ്രുവരിയിൽ നടക്കുന്ന കാര്യം ചിലപ്പോൾ നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ചിലപ്പോൾ അത് റിപ്പീറ്റ് ആവാനുള്ള സാധ്യതയായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും പ്രശ്നം കോസ് ചെയ്യുന്ന പോലെയുണ്ട്. ഓക്കെ, ആരും നിങ്ങളെ വേണം വെച്ച് ചിലപ്പോൾ നിങ്ങളെ താഴ്ത്തി കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇടയിൽ കളിക്കുന്ന പോലെയുണ്ട്. മൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, വീട്ടിൻ്റെ ഉള്ളിൽ കയറി എല്ലാം കരണ്ട് തിന്നുന്ന. സോ നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെ ആയിരിക്കാം. ഓക്കെ, ഫ്രണ്ട് തന്നെ നിങ്ങളുടെ ചിലപ്പോൾ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വീണ്ടും, അല്ലെങ്കിൽ ഫാമിലിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒക്കെ ആരെങ്കിലും നിങ്ങളെ വേണം വെച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത. സോ ഫെബ്രുവരി ആൻഡ് ഓഗസ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ എനിക്ക് മെയിൻ നമുക്കൊരു പ്രശ്നം കാണുന്നത്. സോ ബി കെയർഫുൾ. ഓക്കെ, ആൻഡ് ടേബിൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് ഹാർഡ് വർക്ക് ഹെഡ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലോണം കഷ്ടപ്പെട്ട് നമ്മൾ ശ്രമിക്കേണ്ട സമയമാണ്. ജോലിയിലൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. നമ്മൾ എന്താ പറയുക, എല്ലാം കുറച്ചൊക്കെ നല്ല റിസൾട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഒന്ന് സ്ലോ ആവാൻ പാടില്ല. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധ കുറവാൻ പാടില്ല. നിങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് വേണ്ടി വരും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളെ മേ ബി ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കാം. ജോലിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹാർഡ് വർക്ക് നിങ്ങളുടെ കാണിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കുറച്ച് ഐ തിങ്ക് ഒരു ടഫ് പീരീഡായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, എത്ര വർക്ക് ചെയ്താലും ശരിയാവുന്നില്ല എന്ന രീതി. പക്ഷേ ഇപ്പോൾ വർക്കിൻ്റെ സമയമാണ്. സോ ഗിവ് ദാറ്റ് ടൈം. ഓക്കെ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടി വരും എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ബ്രോക്കൺ വിഷ് ബോൺ ഒക്ടോബറിൽ നമുക്ക് വിഷിൻ്റെ കാര്യം, നിങ്ങൾക്ക് ആഗ്രഹിച്ചത് ചിലത് കിട്ടാതെ പോകുന്ന ഒരു ഫീലിംഗ് വരാം. ഓക്കെ, എല്ലാവർക്കും അല്ലാട്ടോ, ഇതൊന്നും എല്ലാവർക്കും സെയിം ആയിരിക്കണം എന്നില്ല, നിർബന്ധമില്ല. ബട്ട് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കും. അതും ആക്ച്വലി ഇതുപോലെ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോഴും യെസ്, നിങ്ങൾ ഒരുപാട് ഒരു സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നല്ല റിസൾട്ട് വരുന്നില്ല എന്ന രീതിക്ക് ഫീൽ ചെയ്യാം. വിഷ് വിൽ നോട്ട് ബി ഗ്രാൻറ്റഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വിഷ് ഗ്രാൻറ്റഡ് അല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അവിടെ മാറ്റാനും മനസ്സിലാക്കാനും ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, എല്ലാത്തിലും നമുക്ക് പാഠങ്ങളുണ്ടാവും, അത് മനസ്സിലാക്കാം. പ്രോബ്ലംസ് വരുമ്പോൾ ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ, നിങ്ങളുടെ കൂടെ നിങ്ങളെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെ നമ്മൾ വിശ്വസിക്കണം, ആരുടെ അടുത്ത് മാറി നിൽക്കണം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സമയങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ആഗ്രഹം നടക്കുന്നില്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള മെത്തേഡായിരിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആഗ്രഹം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, യൂണിവേഴ്സായിട്ട് അങ്ങനെ വെറുതെ ആരെയും തട്ടിക്കളയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ആ ആഗ്രഹം നേടാൻ നിങ്ങൾ എത്ര ശ്രമിക്കും എന്ന് നോക്കാനായിരിക്കാം. ഓക്കെ, സോ ഒരു താൽക്കാലികമായ ഒരു സങ്കടം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, ഒരു വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ബട്ട് ഓക്കെ, അഗെയിൻ കണ്ടു കണക്ഷൻ വന്നാണ്ടു. നവംബറിലേക്ക് കാണുന്നത് ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ എന്നാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അതായത് ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനുള്ള സമയമായി എന്നാണ്. ചിലത് വിട്ടു മാറേണ്ട സമയമായി. ഓക്കെ, ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റേണ്ട സമയമായി എന്ന രീതിക്കാണ്. സോ മേ ബി ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാണ്, നിങ്ങളുടെ ലൈഫിൽ ചില ബന്ധങ്ങൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ്, ചില ജോലി നിങ്ങൾക്ക് നല്ലതല്ലാത്തത്, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തോ മാറാനുള്ള ഒരു സമയമാവുന്നുണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ടീപോട്ട് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമ്മൺ. ഓക്കെ, ഇത് നമ്മുടെ ഡിസംബറിലേക്കാണ് പറയുന്നത്. ഡിസംബറിലേക്ക് അഗെയിൻ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്. 1, 2, 3 കാർഡ്സ് ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നല്ല ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സ് വരുന്ന കാര്യം പറയുന്നുണ്ട്. നല്ല ഹെൽപ്പിംഗ് ആൾക്കാർ കാണിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ചിലത് നമുക്ക് നല്ലതല്ല എന്നും കാണുന്നുണ്ട്. സോ ഈ ഒരു ഇയർ ഐ തിങ്ക് നിങ്ങൾക്ക് ചില ലെസൺസ് കൊണ്ടുവരും. ഓക്കെ, ചിലത് നിങ്ങൾ വിട്ട് കളയേണ്ടി വരും. ഓക്കെ, ചിലത് നിങ്ങൾ പുതിയത് നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ നല്ലതും വരും, അറ്റ് ദ സെയിം ടൈം ചിലത് വിട്ടും പോവും എന്ന രീതിക്ക്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, അപ്പ് ആൻഡ് ഡൗൺ. ഓഗസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മെയിൻ ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. യെസ്, ഇമ്പോർട്ടൻറ്റ് ടൈമാണിത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ മൂണാണ് ഇവിടെ. സോ യെസ്, ചില മറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഇവിടെ നമ്മൾ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ലൈഫിൽ ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, നിങ്ങളുടെ നല്ല ഫ്രണ്ട് ആരാണ്, നിങ്ങൾക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഒരു ഇൻറ്റ്യൂഷൻ ക്ലാരിറ്റി വരുന്ന പോലെ. സോ ഓഗസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഓർമ്മ വയ്ക്കുക. നവംബർ കാണുന്നുണ്ട്. നവംബറിൽ അഗെയിൻ ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് സിറ്റുവേഷൻ. യെസ്, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും അടുത്ത വർഷം. ഓക്കെ, നിങ്ങൾ ലൈഫിൽ പുതിയ ഫ്രണ്ട്സ് വരാൻ സാധ്യതയുണ്ട്. ചില ബന്ധങ്ങൾ നിങ്ങളെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്തും ആവാം. ഓക്കെ, ഈവൻ ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് ജോലി അങ്ങനത്തെ മാറ്റങ്ങളുടെ കാര്യമായിരിക്കാം. ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനത്തെ സമയങ്ങൾ വരും. ഓക്കെ, ചിലത് നിങ്ങൾക്ക് വേറെ പുതിയതായിട്ട് നല്ലത് വരും ചെയ്യും. ഓക്കെ, ചിലവർ ഹെൽപ്പായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യും. സോ യെസ്, എപ്പോഴും നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളെ നമ്മൾ കാണാൻ ശ്രമിക്കാം.
ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിൽ ബി എന്താ പറയുക, നിങ്ങളുടെ വിത്ത് സമ്മൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ട് പുതിയത് ആരെങ്കിലും വരാനും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും ഓക്കെ, ഒരു പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യത. പക്ഷേ സെയിം സെക്സ് എന്ന് പറയുന്നുണ്ട്. സോ ഫ്രണ്ടായിട്ടാണ് കൂടുതലും. ഓക്കെ, സോ ഒരു ഫ്രണ്ടായിട്ട് ആരെങ്കിലും നിന്ന് നിങ്ങളെ വളരെയധികം ഇനി മുന്നോട്ട് സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഓവറോൾ ഒരു 12 months ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. ഇത് മെയിൻ കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ നമ്മൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എനർജീസ് അല്ലേ. ഇത് ജസ്റ്റ് ഒരു ഓവർ നമ്മൾ പറയില്ലേ, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.